ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പുതിയ NCERT സിലബസ് ആണ് അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്ത മക്കളുണ്ടെങ്കിൽ വേഗം പോയി ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാലും മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതാ പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് നമ്മുടെ 5th യൂണിറ്റായ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് മോഷൻ. എങ്ങനെയാണ് ശരിക്കും ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മീറ്റർ സ്കെയിൽ ഉണ്ടാവും. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ മുന്നിൽ വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയാണെങ്കിലും എത്ര പേരെ നമ്മൾ എടുത്താലും അത്രയും പേര് നമുക്ക് മുന്നിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ ലെങ്ത് അളക്കാൻ പറഞ്ഞാൽ മീറ്റർ സ്കെയിൽ വെച്ചിട്ടാണ് അവർ അളക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും എക്സാക്റ്റ് സെയിം വാല്യൂ തന്നെ കിട്ടും. പക്ഷെ അതേസമയം പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഇതുപോലെ നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യുന്നത് എന്ന് മക്കൾക്ക് അറിയാവോ? അതിന് അവർ ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് ഒന്നും അല്ലായിരുന്നു യൂസ് ചെയ്തത്. നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല പല മെത്തേഡ്സ് ആയിരുന്നു അവർ യൂസ് ചെയ്തത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ഈ ഒരു നമ്മുടെ പെൻസിലിൻ്റെ ലെങ്ത് മിസ്സിന് അളക്കണമെന്ന് വിചാരിക്കുക. അപ്പം പണ്ടുള്ളവർ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാവോ? അവരുടെ കയ്യിൽ അവരുടെ ഈ ഒരു തമ്പും അതുപോലെ തന്നെ ഈ ഒരു 4 ഫിംഗറും കൂടി വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു അവർ അളന്നിരുന്നത്. അല്ലെങ്കിൽ ഇവരെന്താണ്, നമ്മുടെ മുഷ്ടിയില്ലേ, നമ്മുടെ കൈയുടെ മുഷ്ടി, ആ മുഷ്ടി വെച്ചിട്ടും അവരിങ്ങനെ അളന്നുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോ തൊട്ടിട്ട് നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്പ് വരെ അത്രയും പോർഷൻസ് അവർ എന്ത് ചെയ്തു, ഇതാ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ അളന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഓർമ്മയുണ്ടാവും. നമുക്കിതൊന്നും അത്ര ശീലമില്ല. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എന്താണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് നല്ല ഒരു മെഷർമെൻറ്റ് നൽകുന്ന നമ്മുടെ മീറ്റർ സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഈ ഒരു ലെങ്ത് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നത് ഒട്ടും സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു. കാരണം ഇപ്പോൾ ഓരോ ആൾക്കാരുടെ നമ്മുടെ കൈയുടെ വലിപ്പവും അവരുടെ ആ ഒരു ഫിസ്റ്റിൻ്റെ വലിപ്പവും ഒക്കെ വ്യത്യാസമായിരിക്കും. അതിൻ്റെ ബേസിൽ അവരുടെ ആ ഒരു ബോഡി സ്ട്രക്ചറിൻ്റെ ബേസിൽ അവർ റീഡ് ചെയ്യുന്ന ആ ഒരു റീഡിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റും എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് അതൊന്നും സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. അത് പിന്നീട് ധാരാളം കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം, ഈ പറയുന്ന ലെങ്തിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് അല്ലാത്ത കുറച്ച് മെഷർമെൻറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണിടാ, നമ്മുടെ ഹാൻഡ് സ്പാനും, അതായത് മിസ് പറഞ്ഞ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ തമ്പും അതുപോലെ തന്നെ നമ്മുടെ 4 ഫിംഗറും കൂടി വെച്ചിട്ട് ഇങ്ങനെ മെഷർ ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മുടെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മുടെ കാലടി. ഈ കാലടി ഇങ്ങനെ എന്താണ്, ഒരു കാല് വെച്ചു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിനെ ടച്ച് ചെയ്തിട്ട് വേറെ കാല് വെച്ചു, എന്നിട്ട് മറ്റേ കാല് വെച്ചു, അങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഫൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഫിസ്റ്റ് എന്ന് പറയുന്നതാണ് മിസ് ഇപ്പോൾ പറഞ്ഞ ഒരു മുഷ്ടിയില്ലേ, നമ്മുടെ മുഷ്ടിൻ്റെ ആ ഒരു അളവനുസരിച്ച് നമ്മൾ ലെങ്ത് അളക്കുന്നു. പിന്നെ എൽബോ ടു ടിപ്പ് ഓഫ് ദി ഫിംഗർ, അതാണ് ഇവിടം തൊട്ടിട്ട് നമ്മുടെ ആ ഒരു ഫിംഗറിൻ്റെ ടിപ്പ് വരെയുള്ള ഇത്രയും പോർഷൻസ് നമ്മളിങ്ങനെ അളക്കുന്നു. പക്ഷേ ഇതൊക്കെ എന്തായിരുന്നു, നോൺ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പിന്നീടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എന്തിലേക്ക് നമ്മൾ തിരിഞ്ഞത്, നമ്മുടെ മീറ്റർ സ്കെയിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പം ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവരും അംഗീകരിക്കുന്ന ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് നമ്മൾ കൊണ്ടുവന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് SI യൂണിറ്റ്? അതിന് ഫുൾ ഫോം എന്താണ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഈ ഒരു SI യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ എവിടെ നിന്നാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊരു ലെങ്ത് മെഷർ ചെയ്യാൻ പോയാൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പോയാൽ എല്ലാം നമുക്ക് എന്താണ്, കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റീഡിങ് നമുക്ക് കിട്ടും. ഇനി എത്ര SI യൂണിറ്റ് ഉണ്ട് എന്ന് നമുക്കറിയണം. മെയിനായിട്ട് മക്കളെ 7 എണ്ണമാണ് ഉള്ളത്. പക്ഷെ നമുക്കിവിടെ ആവശ്യം എന്താണ്, നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എന്താണ്, ലെങ്തിനെ പറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ലെങ്തിൻ്റെ കാര്യം മാത്രം മതി. പക്ഷെ മൊത്തത്തിൽ 7 എണ്ണം ഉണ്ട് എന്ന് മക്കൾ ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഏറ്റവും ആദ്യം നോക്കണം. ഫസ്റ്റ് ആണ് ടൈം. അതിൻ്റെ ആ ഒരു SI യൂണിറ്റ് ഏതാണ്, സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് S, ആ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യുന്നത്, മീറ്റർ, ഇതാണ്ട് സ്മോൾ ലെറ്റർ M ആണ്. പിന്നെ മാസ് ഉണ്ട്, മാസ് നമ്മൾ കിലോഗ്രാം, kg എന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് യൂണിറ്റ് എഴുതുന്നത്. പിന്നെ ഇലക്ട്രിക് കറണ്ട്, ആംപിയർ, ക്യാപിറ്റൽ A. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ എന്നും പറയാം, കെൽവിനാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്,
അതുപോലെ തന്നെ നമ്മുടെ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഈ 7 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ള SI യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇതാണ്, യെസ്, ലെങ്ത് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? മീറ്റർ ആണ്, അല്ലെങ്കിൽ എന്താണ്? സ്മോൾ ലെറ്റർ M ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ലെങ്ത് അളക്കുന്നത്, അതിൻ്റെ ആ ഒരു യൂണിറ്റുകളൊക്കെ എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്കെയിൽ അങ്ങ് എടുക്കാം. ഇത് ഈ ഒരു സ്കെയിൽ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ ഉണ്ടാകും അല്ലേ? നിങ്ങൾ ആ ഒരു സ്കെയിൽ നോക്കിയാൽ മതി. അതിൽ 50 സെൻറ്റിമീറ്റർ അത്രയും റീഡിങ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, മാക്സിമം 15 സെൻറ്റിമീറ്റർ അത്രേ പറ്റത്തുള്ളൂ. പക്ഷേ 15 കൂടുതലുള്ളതൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു സ്കെയിൽ വെച്ചിട്ട് 15 സെൻറ്റിമീറ്റർ അളന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ആ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും അളക്കും. അങ്ങനെയാണ് നമ്മൾ അളന്നു പോകുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ശരിക്കും 50 സെൻറ്റിമീറ്റർ സ്കെയിൽ മാത്രമൊന്നും അല്ല കേട്ടോ, നേരെ മറിച്ച് 1 മീറ്റർ സ്കെയിലുണ്ട്. അതായത് 100 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അളക്കാൻ പറ്റുന്ന സ്കെയിലുണ്ട്. അതിനെയാണ് നമ്മൾ മീറ്റർ സ്കെയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്ക് സപ്പോസ് നമുക്ക് നമ്മുടെ ചെറിയ ഈ പറയുന്ന 50 സെൻറ്റിമീറ്റർ സ്കെയിൽ തന്നെ എടുക്കാം. ഇനി നമുക്ക് സ്കെയിൽ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നത്? യെസ്, ഇവിടെ ഇതാ 1 2 3 4 5 6 7 8 9 10 11 12 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റീഡിംഗ് ഉണ്ട്. ഇനി ആ ഓരോ, അതായത് വലിയ അക്ഷരത്തിൽ എഴുതിയ അതിനൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സെൻറ്റിമീറ്ററിൻ്റെ ബേസിലാണ്. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 1 സെൻറ്റിമീറ്ററിനും 2 സെൻറ്റിമീറ്ററിനും ഇടയിൽ ചെറിയ 10 വരകളുണ്ട് എന്ന് നമുക്കറിയാം. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇവിടെ നമ്മളിതാ ഇവിടം വരെയുള്ള ഈ പോർഷനാണ്. നോക്കിക്കോളൂ മക്കളെ, നമ്മുടെ 0 തൊട്ടിട്ട് ഈ 1 സെൻറ്റിമീറ്റർ എന്നെഴുതിയ ഈ ഒരു വലിയ വരയുള്ള ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ 1 സെൻറ്റിമീറ്ററിൽ തന്നെ നമുക്കിവിടെ ചെറിയ കുഞ്ഞി 10 വരകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഓരോ ചെറിയ 10 വരേൻ്റെയും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മില്ലിമീറ്ററിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ? അതായത് മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ 1 സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തതുപോലെ 10 ചെറിയ ഡിവിഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ചെറിയ ഡിവിഷനെ നമ്മൾ ഈ പറയുന്നത് പോലെ മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റും 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 അഥവാ 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇത് മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? 50 സെൻറ്റിമീറ്റർ ആ ഒരു സ്കെയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ശരിക്കും എത്രയാണ്? 100 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഒരു സ്ട്രെച്ചിൽ തന്നെ അളക്കാൻ പറ്റുന്ന സ്കെയിലുണ്ട്. അപ്പോൾ ഈ 100 സെൻറ്റിമീറ്റർ ആ ഒരു സ്കെയിലിനെ നമ്മൾ മീറ്റർ സ്കെയിൽ എന്നാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മീറ്റർ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ ഒരു കൺവേർഷനൊക്കെ മക്കൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി ഇതിനേക്കാളും വലിയ ധാരാളം ലെങ്ത് ഉള്ള ഒന്ന് നമുക്ക് അളക്കണമെന്ന് വിചാരിക്കുക. അതായത് ഒരു ഡിസ്റ്റൻസ് നമുക്ക് അളക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ മീറ്റർ, മില്ലിമീറ്റർ അതൊന്നും നമുക്ക് എന്താണ് ഉപകാരപ്രദമാവില്ല. ആ ഒരു കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കിലോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, 1 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയാൽ മതി. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയും ലാർജ് ലെങ്ത് അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കിലോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് നമുക്കിങ്ങനെ എഴുതാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കിലോ എന്ന് പറഞ്ഞാൽ മിസ് നേരത്തെ പറഞ്ഞൂലേ, 1000 ആയിട്ട് മക്കൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ ഈ 3 കൺവേർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ മിസ് പറഞ്ഞത്? ഫോർ മെഷറിംഗ് ലാർജർ ലെങ്ത് വി യൂസ് എ ലാർജർ യൂണിറ്റ് കോൾഡ് കിലോമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 1000 മീറ്റർ ആൻഡ് ഫോർ മെഷറിംഗ് സ്മോളർ ലെങ്ത് വി യൂസ് യൂണിറ്റ് സച്ച് ആസ് സെൻറ്റിമീറ്റർ ഓർ മില്ലിമീറ്റർ. നമുക്കൊക്കെ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിങ് ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് നമ്മുടെ മില്ലിമീറ്റർ ആണ് കേട്ടോ. അതിനേക്കാളും ചെറുത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. നേരെ
മറിച്ച് മില്ലിമീറ്റർ ആണ് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് സ്കെയിലൊക്കെ അളക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ധാരാളം കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിനി വൺ ബൈ ആയിട്ട് അടുത്ത ദിവസങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് വിചാരം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് സെറ്റായി, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് അറിയിക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.